നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ശേഷം ഭാരതത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഉന്നത തലത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ നടക്കാൻ പോകുന്ന ചർച്ച ഈ ഒരു പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, മുന്നോട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, അത്തരം കാര്യങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം പ്രതിരോധ തലത്തിൽ, ഇൻ്റലിജൻസ് തലത്തിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടി വരും. അത് അതിർത്തികളിൽ ഇനിയുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ്. നമ്മളുടെ ഭാരതത്തിൻ്റെ ചൈനീസ്, പാകിസ്ഥാൻ അതിർത്തികളിൽ അടുത്ത 3 മാസങ്ങൾക്കിടയിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോൾ തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും രസമെന്ന് വച്ചു കഴിഞ്ഞാൽ ഈ സംഘർഷങ്ങൾക്ക് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളിസി തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളും ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ നിലപാടുകൾ എന്തോ ദോഷമാണ്, ആ നിലപാടുകൾ കാരണം അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുന്നു എന്നല്ല. മറിച്ച് വളരെ ഉറച്ച ചില നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ശത്രുക്കൾ അതിർത്തിയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം ഭീകരാക്രമണത്തിൻ്റേതായ ഒരു സാധ്യതയും നമ്മളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഒന്ന് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചൈന അതിർത്തിയിലേക്ക് പോകാം. പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ, പല വിദേശകാര്യ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള എല്ലാ വിദേശയാത്രകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭാരതത്തിനെതിരെ നിൽക്കുന്ന, ഭാരതത്തിൻ്റെ സ്ഥിരമായി ഭാരതത്തോടെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന, ഭാരതത്തിൻ്റെ വളർച്ച യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് കരുതുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ആ രാജ്യങ്ങളിലേക്കല്ല, മറിച്ച് ആ രാജ്യങ്ങൾക്ക് തർക്കമുള്ള, ആ രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ യാത്ര മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. ചൈന ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വൻകിട ശക്തിയാണ്, ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. എല്ലാ അർത്ഥത്തിലും ആർക്കും ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ചൈന. അത് സത്യമാണ്. പക്ഷേ അതോടൊപ്പം ലോകത്ത് ഏറ്റവും അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്ന ഒരു ഭരണകൂടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് എപ്പോഴും അവരുടെ ഒരു നിലനിൽപ്പിനെക്കുറിച്ച്, അവരുടെ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥിരതയെക്കുറിച്ച്, ജനങ്ങൾ എപ്പോഴെങ്കിലും തെരുവിലിറങ്ങുമോ എന്നുള്ള ഭയം കൂടിയാവാം. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്കകളുള്ള ഒരു ഭരണകൂടമാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലേത്. ടിയാനൻമെൻ സ്ക്വയറൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ് അടിച്ചമർത്തിയത്, ഒരു മനുഷ്യപ്പറ്റും ഇല്ലാതെ അത് അടിച്ചമർത്തിയതിൻ്റെ കാരണം ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാൻ പാടില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ പാടില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള ബോധ്യമുണ്ട്. ലോകത്ത് പലയിടത്തും ഇതുപോലെയുള്ള വിപ്ലവങ്ങൾ നടക്കുന്ന ഓരോ സമയത്തും ചൈന അവരുടെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ പേര് പോലും വെക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മതപരമായ അനുഷ്ഠാനങ്ങളൊക്കെ മറന്നു കളയേണ്ട അവസ്ഥയാണ്. അവർക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ പോലും ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ അനുമതി വേണമെന്നുള്ള സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൈനയുടെ ഒരു ഭരണകൂടത്തിൻ്റെ ആശങ്ക കാരണമാണ് ഇത്തരം ശക്തമായ നടപടികളിലേക്ക് പോകുന്നത്. ഇനി ഇതൊന്നുമല്ല, ലോകത്ത് 14 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് അതിർത്തിയുണ്ട്. അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര അതിർത്തിയും അതേപോലെ സമുദ്ര അതിർത്തിയുമുണ്ട്. ഈ 14 രാജ്യങ്ങളിൽ 11 രാജ്യങ്ങളുമായിട്ട് തർക്കത്തിലാണ് ചൈന. 11 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് ശത്രുതാപരമായ നിലപാടുകൊണ്ട്, അതുപോലെ തർക്കങ്ങളുമുണ്ട്. ഈ 11 രാജ്യങ്ങളിൽ ഭാരതം തീർച്ചയായിട്ടും ഉണ്ട്. ഭാരതം പോലെ ഒരു വലിയ രാജ്യമുണ്ട്. ഭാരതത്തോടൊപ്പം ഏറ്റവും ചെറിയ രാജ്യമായ ഭൂട്ടാനുമായിട്ട് പോലും ചൈനയ്ക്ക് തർക്കമുണ്ട്. മറ്റ് രാജ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ജപ്പാനുണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ബ്രൂണൈ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, മലേഷ്യയുണ്ട്, തൈവാനുണ്ട്. തൈവാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഓൺഗോയിങ് ഡിസ്പ്യൂട്ടാണ്. ഇത് കൂടാതെ വൻ രാഷ്ട്രങ്ങളായ റഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും അവർക്ക് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടുണ്ട്. ഈ തർക്കങ്ങളെല്ലാം വരുന്നത് ചൈനയുടെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അരക്ഷിതാബോധത്തിൽ നിന്നാണ്. അതാണ് ചൈന എല്ലാവരോടെയും ഈ തർക്കം കാണുന്നത്. അങ്ങനെയുള്ള ചൈന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഓരോ രാജ്യ സന്ദർശനവും ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അതിന് കാരണവുമുണ്ട്.
ഇപ്പോൾ ഈ 2026 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട ലോക നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2026 പ്രധാനമന്ത്രി കണ്ട ലോക നേതാക്കന്മാർ മലേഷ്യ ആദ്യത്തേതാണ്. മലേഷ്യ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 2026 അദ്ദേഹം മലേഷ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അൻവർ ഇബ്രാഹിമുമായിട്ട് കസാക്കിസ്ഥാനിൽ പോയി. കസാക്കിസ്ഥാനിലെ ബെക്ടനോവുമായിട്ട് അദ്ദേഹം ഡിഫൻസ്, സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാർ ഒപ്പിട്ടു. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലകളുടെ ഒരു വലിയ വൈവിധ്യം തന്നെ തുറന്നു കൊടുക്കുന്ന ചർച്ചയാണ് കസാക്കിസ്ഥാനുമായിട്ടുണ്ടായത്. അതിനുശേഷം ഭൂട്ടാനുമായിട്ട്, ജപ്പാനുമായിട്ട്, സൗത്ത് കൊറിയയുമായിട്ട്, അങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയുമായിട്ട് പ്രധാനമന്ത്രിയുടെ ചർച്ചയും മുന്നോട്ടുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന കാര്യമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ചൈനയുമായി അതിർത്തിയുണ്ട് എന്നുള്ളതും ഈ രാജ്യങ്ങൾക്കെല്ലാം ചൈനയുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില തർക്കങ്ങളുണ്ട് എന്നുള്ളതുമാണ്. പക്ഷേ ഇതിൽ ഇന്തോനേഷ്യ വ്യത്യസ്തമാണ്. ഇന്തോനേഷ്യയുടെ കാര്യം, ഇന്തോനേഷ്യയാണ് യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യയുമായി ഭാരതം നടത്തിയ ചർച്ചയും ഭാരതം ഇന്തോനേഷ്യയുടെ മുമ്പിൽ ഇപ്പോൾ വെക്കുന്ന ഒരു കൾച്ചറലായ, സിവിലൈസേഷണലായ ഒരു ഡിപ്ലോമസി, അതായത് സാംസ്കാരികമായ സമന്വയത്തിൻ്റെ പേരിൽ പരസ്പര സഹകരണം, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സഹകരണം, ആ സഹകരണം യഥാർത്ഥത്തിൽ ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്തോനേഷ്യ ചൈനയുടെ ഒരു ശത്രുവല്ല. ഈ രാജ്യങ്ങൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇന്തോനേഷ്യയിൽ മില്യൺസാണ് ഡോളേഴ്സിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പല പ്രോജക്റ്റുകളിൽ. അപ്പോൾ ഇന്തോനേഷ്യയുമായി ഭാരതം ഒരു വലിയ സഖ്യത്തിൽ ഏർപ്പെടുന്നതും പരസ്പര സഹകരണത്തിൽ ഏർപ്പെടുന്നതും ചൈനയ്ക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ചൈനയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബാങ് പോർട്ട്, സബാം തുറമുഖം ഇന്തോനേഷ്യയിലെ ഈ ഭാരതവും ഇന്തോനേഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. അത് ചൈനീസ് ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പ്രഖ്യാപനമാണ്. കാരണം എന്താണ് എന്ന് ഒരുപക്ഷെ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഊഹിച്ചിട്ടുണ്ടാവും. അതിന് കാരണം മലാക്ക സ്ട്രെയിറ്റ് ആണ്, മലാക്ക കടലിടുക്കാണ്. ഈ മലാക്ക കടലിടുക്ക് ഒരുപക്ഷെ നമുക്ക് ഹൊർമൂസ് കടലിടുക്കിനെ അറിയുന്ന പോലെ നമുക്കറിയാമോ എന്നറിയില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹൊർമൂസിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കടലിടുക്കാണ് ഈ മലാക്ക കടലിടുക്ക്. കാരണം ഭാരതത്തിന് ചൈനയുടെ കഴുത്തിന് പിടിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് ഈ മലാക്ക കടലിടുക്കാണ്. ഈ കടലിടുക്ക് അതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 3 കിലോമീറ്റർ താഴെയാണ്. 2.8 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലൂടെ വേണം കപ്പലുകൾ കടന്നു പോകാൻ. പക്ഷേ ചൈനയുടെ ഓയിലിൻ്റെയും വ്യാപാരത്തിൻ്റെയും, എണ്ണയുടെയും മറ്റ് വ്യാപാരങ്ങളുടെയും 80% കടന്നു പോകുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. അതായത് ചൈനയെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കാൻ ഈ കടലിടുക്കിലെ ഒരു ഉപരോധത്തിന് സാധിക്കും എന്ന് അർത്ഥം. അപ്പോൾ ഈ കടലിടുക്കിൽ കൂടി കോടിക്കണക്കിന് ഡോളറിൻ്റെ വ്യാപാരമാണ് എല്ലാ വർഷവും നടക്കുന്നത്. ചൈനയുടെ സാമ്പത്തിക രംഗത്തെ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യാപാരമാണ് ഈ മലാക്ക കടലിടുക്കിലൂടെ നടക്കുന്നത്. ഏതാണ്ട് 3.5 ട്രില്യൺ ഡോളേഴ്സിൻ്റെ വ്യാപാരമാണ് നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ചൈനയുടെ കടൽ മാർഗമുള്ള വ്യാപാര കച്ചവടത്തിൻ്റെയും അതിൻ്റെ ട്രാഫിക്കിൻ്റെയും 2/3 ഈ മലാക്ക കടലിടുക്ക് വഴിയാണ് പോകുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ചൈനയ്ക്ക് മലാക്ക കടലിടുക്ക്. ആ കടലിടുക്കിൻ്റെ ഒരു ഭാഗത്താണ് ഈ സബാങ് എയർപോർട്ട് വരുന്നത്, ഇന്തോനേഷ്യ വരുന്നത്. ആ കടലിടുക്കിൻ്റെ മറുഭാഗത്താണ് ഗ്രേറ്റ് ആൻഡമാൻ പ്രോജക്റ്റ് വരുന്നത്. ഈ രണ്ട് ഗ്രേറ്റ് ആൻഡമാൻ പ്രോജക്റ്റും ഈ സബാങ് പോർട്ടും തമ്മിൽ ഏതാണ്ട് 160 കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രദേശത്തും ഭാരതത്തിൻ്റെ സാന്നിധ്യം വരുന്നത് ചൈനയ്ക്ക് കൃത്യമായിട്ടറിയാം അവർക്കുള്ള പണിയാണ് എന്ന്. ഏതെങ്കിലും തരത്തിൽ ഭാരതത്തെ ബുദ്ധിമുട്ടിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ചൈന ഭാരതത്തിനെതിരെ ഒരു ശത്രുതാപരമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ കഴുത്തിന് പിടിക്കാൻ ഭാരതത്തിന് ഇതിലപ്പുറം മറ്റൊരു അവസരമില്ല, അല്ലെങ്കിൽ മറ്റൊരു കാര്യം നോക്കേണ്ട കാര്യം പോലുമില്ല. ഇത് ചൈനക്കാരെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് നമ്മളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈന എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. ചൈന തീർച്ചയായിട്ടും, ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്,
ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടാണ്. അത് ഓൾറെഡി ചൈന ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് പാകിസ്ഥാന് നമ്മൾ വെള്ളം മുട്ടിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിലേക്ക് വീണ്ടും വരാം, പാകിസ്ഥാന് വെള്ളം നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം ചൈന തടയും, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര വഴി ചൈന പണി കൊടുക്കുമെന്നാണ് ചൈന നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ട്, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിർത്തിയിൽ വീണ്ടും സംഘർഷം ഉണ്ടാക്കി ഭാരതത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇത് അത്രയും കാര്യമായിട്ട് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതിർത്തിയിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സർവ്വ സന്നാഹങ്ങളോടും കൂടിയാണ് ഭാരതത്തിൻ്റെ സൈന്യം അവിടെ നിൽക്കുന്നത്, എല്ലാ ഓൾട്ടിറ്റ്യൂഡിലും. പണ്ട് ചൈനയ്ക്കുണ്ടായിരുന്ന ആ അഡ്വാൻറ്റേജ് അല്ല ഇപ്പോൾ ഭാരതത്തിനുണ്ട്. ജോഗ്രഫിക്കലായിട്ട് ചൈനയ്ക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആ പ്രദേശത്തുണ്ട്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറുവശത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തയ്യാറെടുപ്പുകൾക്ക് യാതൊരു കുറവുമില്ല. ചൈന ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നുള്ളത് കട്ടായമാണ്. അത് ചൈനയ്ക്കും വലിയ ദോഷമുണ്ടാക്കുമെന്ന് ചൈനയ്ക്കറിയാം. ഗൾവാൻ ഒരു വലിയ പാഠമായിരുന്നു താനും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തേത്, ബ്രഹ്മപുത്ര നദി വഴി ചൈന ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അത് അവിടെ വെള്ളം കൂടി മുട്ടിച്ചാൽ ഇവിടെ വെള്ളം കൂടി മുട്ടിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ചൈന പറയുന്നത്. പക്ഷേ അതും സാധ്യമല്ല. കാരണം ബ്രഹ്മപുത്ര നദിയിലെ വെള്ളത്തിൽ 65-70% ഒന്നുകിൽ മഴയിലൂടെ അല്ലെങ്കിൽ മറ്റ് സോഴ്സസിലൂടെ ബ്രഹ്മപുത്രയിൽ നിറയുന്നത് ഭാരതത്തിൻ്റെ ടെറിട്ടറിയിലാണ്. അതിനു മുമ്പുള്ള ബ്രഹ്മപുത്രയിൽ മാത്രമേ ചൈനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഡാം കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാക്കുക. അത്തരം ചില കാര്യങ്ങൾ ചൈനയ്ക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അന്താരാഷ്ട്ര പ്രഷർ അത് ചൈനയുടെ മുകളിൽ വരും. ചൈനയ്ക്ക് നഷ്ടപ്പെടാനായിരിക്കും കൂടുതൽ അത്തരം ചില നടപടികളിലേക്ക് പോയാൽ. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ചൈനീസ് അതിർത്തിയിൽ ചൈന ഉണ്ടാക്കാൻ പോകുന്ന എന്തായാലും അതിർത്തി തർക്കമുണ്ട്. ആ അതിർത്തി തർക്കത്തെ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ ചൈന ഇനിയും വരുന്ന മാസങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ചൈന അത്രമാത്രം അസ്വസ്ഥരാണ്. നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ഈ കാലമെല്ലാം. ചൈന നമുക്കെതിരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, സ്ട്രിങ് ഓഫ് പേൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനത് വിശദമായിട്ട് പറയാത്തതാണ്. ഭാരതത്തിന് ചുറ്റും അദൃശ്യമായ ഒരു വലിയ പ്രതിരോധം ചൈന തീർത്തിട്ടുണ്ട്. ഭാരതത്തിന് ചുറ്റുമാണ് അത് ചെയ്തിരിക്കുന്നത്, ഭാരതത്തെ മാത്രം ലക്ഷ്യം വെച്ച്. അങ്ങനെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതത്തിന് വലിയ തോതിൽ ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സന്നാഹമാണ് ചൈന ചെയ്തു വെച്ചത്. അതിനൊക്കെ എതിരെ ഇപ്പോൾ ഭാരതം പ്രവർത്തിക്കുന്നു. ഭാരതത്തിൻ്റേതായ നിലപാടുകളിലും ഭാരതത്തിൻ്റേതായ ബന്ധങ്ങളിലും ഭാരതം ഇപ്പോൾ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം ചൈനയ്ക്ക് അസ്വസ്ഥതയാണ്. പക്ഷേ ഇന്തോനേഷ്യയും ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റുമൊക്കെ മലാക്ക സ്ട്രീറ്റിനെ ലക്ഷ്യം വെക്കുമ്പോൾ അത് ചൈനയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ചൈന എന്തെങ്കിലും സാഹസത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല കരാറിൽ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന ഭാരതത്തിൻ്റെ നിലപാട് പാകിസ്ഥാനെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ആ സിന്ധു നദീജല കരാർ തന്നെ ഭാരതത്തിന് അനുകൂലമല്ല. യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാൻ അനുകൂലമാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നമ്മൾക്ക് അനുകൂലമായ ഒരു കരാറൊന്നും ആയിരുന്നില്ല. പക്ഷേ അന്നത്തെ നമ്മുടെ സർക്കാരിന് ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളെന്തോ വളരെ വിശാലമനസ്കരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് അത്തരം ചില വിഡ്ഢിത്തങ്ങളൊക്കെ അന്ന് നമ്മൾ ചെയ്തു വെച്ചതാണ്. പക്ഷേ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഭാരതത്തിനുള്ളിൽ നിരപരാധികളെ കൊന്നുകൊണ്ട് ഒരു രാജ്യം അങ്ങനെയുള്ള ഭീകരർക്ക് ട്രെയിനിങ് കൊടുക്കുകയും നിരന്തരം അവരുടെ പട്ടാളവും അവരുടെ ചാരസംഘടനയും നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് നമ്മൾ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് നമ്മൾ തടഞ്ഞു എന്നുള്ളത്, പക്ഷേ അങ്ങനെ ഒരു തടയും എന്നുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നിപ്പോൾ വലിയ തോതിൽ ശബ്ദങ്ങൾ ഉയരുന്നത്. ഞങ്ങൾ കൈവെട്ടും കാലുവെട്ടും, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങൾ മുംബൈ ന്യൂക്ലിയർ അറ്റാക്ക് മുംബൈയിലും ഡൽഹിയിലുമൊക്കെ നടത്തുമെന്നൊക്കെ പാകിസ്ഥാനിൽ നിന്ന് പലരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ മാനസിക നില തെറ്റിയിട്ടുണ്ട്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും? അവരെന്തായാലും ഈ ന്യൂക്ലിയർ അറ്റാക്ക് ഒന്നും നടത്താൻ ഉള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല. അവർക്കും ചെയ്യാൻ പറ്റുന്നത് വലിയ തോതിൽ വീണ്ടും തീവ്രവാദികളെ ആശ്രയിക്കുകയാണ്. ഭാരതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ തീവ്രവാദികളെ ആശ്രയിക്കാനും കൂടുതൽ തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടാനും ഒക്കെ ശ്രമമുണ്ടാവും. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലും അതുപോലെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും ഒക്കെ വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എതിരെ
ഈ ഒരു ശ്രദ്ധ തിരിക്കാൻ ഭാരതവുമായി ഒരു സംഘർഷം, കാർഗിൽ പോലെ ഒരു സംഘർഷം ഒക്കെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഭരണകൂടത്തെ താൽക്കാലികമായെങ്കിലും സഹായിക്കും. അപ്പോൾ ഈ വരുന്ന ഒരു 3 മാസങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 6 മാസങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ ചൈനീസ് അതിർത്തിയിലും ഭാരതത്തിൻ്റെ പാകിസ്ഥാൻ അതിർത്തിയിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശത്രുക്കൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അത് നേരിടാനും അതെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. നമസ്കാരം.